കർത്താവിനെ വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ഒരുമിച്ച് അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഗാനങ്ങൾ പാടി നാം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോവുകയാണല്ലോ. നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ വിടുതല്, ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, ദൈവത്തിന്റെ വലിയ അഭിഷേകം ദൈവം നമ്മുടെ മേൽ അയക്കുവാൻ നമുക്ക് ദൈവത്തിന് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആമേ. പ്രിയ ജെഫ്രി മോൻ പാട്ട് പാടുന്നതായിരിക്കും. ജെഫ്രിയുടെ കൂടെ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. मेरे मन व्याकुल न होना कभी, सिय्योन के सफर में मेरे मन व्याकुल न होना कभी। अब्राहम का प्रभु, इसहाक का प्रभु, याकूब का प्रभु मेरे साथ है सदा। अब्राहम का प्रभु, इसहाक का प्रभु, याकूब का प्रभु मेरे साथ है सदा। सिय्योन के सफर में मेरे मन व्याकुल न होना कभी, सिय्योन के सफर में मेरे मन व्याकुल न होना कभी। दुनिया की नजरों में भले मोटी जन जाऊं, लेकिन प्रभु के नजर में सबसे गिन जाऊं। दुनिया की नजरों में भले मोटी जन जाऊं, लेकिन प्रभु के नजर में सबसे गिन जाऊं। अब्राहम का प्रभु, इसहाक का प्रभु, याकूब का प्रभु मेरे साथ है सदा। अब्राहम का प्रभु, इसहाक का प्रभु, याकूब का प्रभु मेरे साथ है सदा। सिय्योन के सफर में मेरे मन व्याकुल न होना कभी, सिय्योन के सफर में मेरे मन व्याकुल न होना कभी। मुझे अब किसी बात की कोई चिंता डर नहीं, जीवन की रोटी देखे वो चलाता कुछ से मुझे अब किसी बात की कोई चिंता डर नहीं, जीवन की रोटी देखे वो चलाता कुछ से मुझे। अब्राहम का प्रभु, इसहाक का प्रभु, याकूब का प्रभु मेरे साथ है सदा। अब्राहम का प्रभु, इसहाक का प्रभु, याकूब का प्रभु मेरे साथ है सदा। सिय्योन के सफर में मेरे मन व्याकुल न होना कभी, सिय्योन के सफर में मेरे मन व्याकुल न होना कभी। നന്ദി നന്ദി എൻ്റെ ദൈവമേ, നന്ദി യേശുപരാ, നന്ദി നന്ദി എൻ്റെ ദൈവമേ, നന്ദി യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാനതിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാനതിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ്റെ ദൈവമേ, നന്ദി യേശുപരാ, നന്ദി നന്ദി എൻ്റെ ദൈവമേ, നന്ദി യേശുപരാ. കൂരിരുട്ടാവളയതിലുമെന്നെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുട്ടാവളയതിലുമെന്നെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ്റെ ദൈവമേ, നന്ദി
നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപര. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപര. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപര. താങ്ക് യു. പ്രൈസലോ. ജഫിമനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എണ്ണമില്ലാത്ത നന്മകൾ ചെയ്ത് നമ്മെ സ്നേഹിച്ച കർത്താവിന്റെ കൃപ എത്ര വലുതാണ്. ഓരോ നിമിഷവും കർത്താവിന് നന്ദി പറയുവാൻ, ദൈവമേ നീ ചെയ്ത നന്മകൾക്ക് 1000 നന്ദി. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവമായി ഓരോ നിമിഷവും നമ്മുടെ ജീവിത അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാനായിട്ട് നമ്മുടെ ദൈവസ്നേഹിയിൽ പ്രാർത്ഥനയുണ്ടായിരിക്കാം. തുടർന്ന് നാം മധ്യസ്ഥ പ്രാർത്ഥനയിൽ കടന്നു വരികയാണല്ലോ. നാം ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധാനത്തില് സ്വർഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപീഠവുമെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ സന്നിധാനത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ദൈവം നമ്മുടെ മേലെ അയക്കുവാൻ നമുക്ക് ദൈവത്തിന് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഭാരതത്തെ, നമ്മൾ ജനിച്ച് വളർന്നതായ ഈ മണ്ണിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ദൈവം അയക്കുവാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നതായ നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രസിഡന്റ്, നമ്മുടെ എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാര്, നമ്മുടെ സ്തോത്രം, വില്ലേജ്, പഞ്ചായത്ത്, നമ്മുടെ സ്റ്റേറ്റ് കേരള, എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്റ്റേറ്റുകളിലും ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം അയക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്ത് സമാധാനപരമായ ഒരു അന്തരീക്ഷം ഓരോ നിമിഷവും ദൈവം ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കാം. പകർച്ചവ്യാധികളൊക്കെ ഇഷ്ടംപോലെ കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ പകർച്ചവ്യാധികൾ പടർന്നിരിക്കുകയാണ്. മഴയില്ലാതിരുന്ന് മഴയ്ക്ക് വേണ്ടി അത് മഴ തുടങ്ങിയപ്പോഴത്തേനും പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ രോഗങ്ങളെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭീതിയോടെ ഭയത്തോടെ മനുഷ്യരായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് കർത്താവ് അതിന്റെ മേൽ അത്ഭുതം പ്രവർത്തിപ്പാനായിട്ട് ആ പകർച്ചവ്യാധികളൊക്കെ ദൈവം നിയന്ത്രിപ്പാനായിട്ടൊക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഷ്ടപ്പെടുകയാണ് മനുഷ്യര്, രോഗികളായ ഫലം കഴിയുന്നു. പൂർണ്ണമായ വിടുതൽ ദൈവം അയക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തോട്, നമ്മുടെ ദേശത്തോട്, ഭരണാധികാരികളോട് ദൈവം മനസ്സറിയുവാനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തിൽ ഒരാൾ പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ സ്തുതിക്കുന്നപ്പാ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹം മനോഹരമേറിയ നല്ലൊരു പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. സ്തോത്രം ചെയ്യുന്നു. പൊന്നുപാദപിടത്തിലേക്ക് ഇരിപ്പാനും അപ്പന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാനും തന്ന ഒരു ദിവസത്തിനായി നന്ദി പറയുന്നപ്പാ. കഴിഞ്ഞ രാത്രി കിടന്നുറങ്ങിയ ഞങ്ങളെ കർത്താവ് സമാധാനത്തോടെ സൂക്ഷിച്ച കൃപയ്ക്കായി സ്തോത്ര. അങ്ങയുടെ വിശുദ്ധദാസൻ പറയപ്പെട്ട വിഷയങ്ങളുമായി അപ്പന്റെ പാദപിടത്തിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ രാജ്യം സമാധാനം കൊണ്ട് നിറയ്ക്കണം കർത്താവേ. ഭരണകൂടങ്ങൾക്ക് നല്ല ബുദ്ധി കൊടുക്കുമാറാകണമേ അപ്പാ. ദൈവ സാന്നിധ്യവും ദൈവകൃപയും ഞങ്ങളുടെ രാജ്യത്ത് വെളിപ്പെടുവാൻ സഹായിക്കുന്നു. സ്വാതന്ത്ര്യത്തോടു കൂടെ പ്രാണപ്രിയനെ ആരാധിപ്പാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവമേ ജനത്തിന് ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നപ്പാ. എല്ലാ മന്ത്രിമാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്ക് നല്ല ബുദ്ധി ദൈവം കൊടുക്കുമാറാകണമേ ശുപ്പാ. അവിടുന്ന് പ്രഹലില് കർത്താവേ ഭരണത്തെ നിയന്ത്രിച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാർത്ഥതകൾ വെടിഞ്ഞു കർത്താവേ ശുപ്പാ. സമാധാനത്തിന്റെ ഹല്ലേലൂയ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ദൈവമേ എല്ലാ മന്ത്രിമാരെയും, എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാരെയും, എല്ലാ സഹലില് കർത്താവെ MLA മാരെ MP മാരെ എല്ലാവരെയും അപ്പച്ചന്റെ കരങ്ങളേൽപ്പിക്കുന്നു. പ്രധാനമന്ത്രിക്ക് സ്തോത്രം, സ്തോത്രം. എല്ലാ കർത്താവെ സ്തോത്ര സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർക്കായി സ്തോത്രം, സ്തോത്രപ്പ. എല്ലാവരെയും ദൈവം തമ്പുരാൻ നിയന്ത്രിച്ചു കൊള്ളുമാറാകണമേ കർത്താവെ. യേശുപ്പന്റെ കരം കൂടെ ഇരിക്കണേ. ജനത്തിന് ദോഷം വരുന്നത് ചെയ്യുവാൻ തമ്പുരാൻ അനുവദിക്കല്ലേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മഹത്വം രാജാവേ, മഹത്വം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ.
അപ്രകാരം പരിശുദ്ധ ദൈവമേ കർത്താവേ കേരളത്തിൽ വളരെ പകർച്ചവ്യാധിയാൽ ജനം ഭാരപ്പെടുന്നപ്പാ. അല്ലെങ്കിൽ ഇവിടെ നോക്കിയാലും പനിയാലും ചുമയാലും കർത്താവെ വളരെ കഷ്ടത അനുഭവിക്കുന്ന ജനപ്പാ, അവരോട് കരുണ കാണിക്കണേ, മനസ്സലിയണേ അപ്പാ. ദൈവമേ ഹാലല്യ മഴക്കെടുതി മൂലം കർത്താവെ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന സകല ജനത്തോട് സ്വർഗം മനസ്സലിയണേ അപ്പാ. ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. രോഗിക്ക് നല്ല വൈദ്യനെങ്കിലേ അതിൽ ഔഷധ ഗുണമ്പാൽ ജനത്തെ വിടുവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവിക വിടുതലും സമാധാന സ്വസ്ഥതയും ഈ ദിവസങ്ങളിൽ പ്രാപിക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണം. പ്രാർത്ഥന സ്വർഗം കേട്ടതുകൊണ്ട് സ്തോത്രം, മനസ്സലിയുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ അതിപരിശുദ്ധമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആമേൻ ആമേൻ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നമുക്ക് ദൈവത്തിനെ സ്തോത്രം പറയാം. സ്തോത്രം സ്തോത്രം. നന്ദി അറിയിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ വിവിധ രാജ്യങ്ങളായി നടക്കുന്ന നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ രാജ്യങ്ങളെയും പ്രവർത്തനങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കാനായിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. വിവിധ രാജ്യങ്ങളിൽ പല ടൈം സോണുകളിൽ നടക്കുന്ന എല്ലാ പ്രാർത്ഥനാ മീറ്റിങ്ങുകളും മറ്റുള്ള പല മീറ്റിംഗ് പ്രോഗ്രാമുകളൊക്കെ അനുഗ്രഹമായി തീരുവാൻ, കർത്താവിന്റെ നാമം ആ രാജ്യങ്ങളിൽ ആ ദേശങ്ങളിലെല്ലാം ഉയർത്തപ്പെടുവാൻ, വാഴ്ത്തപ്പെടുവാൻ, മഹിമപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരസ്പരം ദൈവസ്നേഹത്തിൽ ദൈവകൃപയില് രാജ്യങ്ങൾ ദേശത്തുള്ളായ പ്രാർത്ഥന പ്രവർത്തനങ്ങളെല്ലാം ദൈവം മാനിപ്പാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കുക. എല്ലാ ചെയർമാൻമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കോർഡിനേറ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രെയർ കോർഡിനേറ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. മിഷൻ കോർഡിനേറ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. മീഡിയ കോർഡിനേറ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. എഡിറ്റോറിയൽ ബോർഡുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ വിവിധ രാജ്യങ്ങളിലായ കൊയറിന് സിംഗേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക. മാനേജിംഗ് കൗൺസിലിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ നിലയിലും പ്രാർത്ഥന പ്രവർത്തനങ്ങൾ വലിയ വിടുതലും അനുഗ്രഹവും ദൈവനാമം അതിന് കാരണമായി തീരുക. ഞങ്ങൾക്കല്ല യഹോവയെ, ഞങ്ങൾക്കല്ല, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ, ദൈവനാമം ഉയർത്തപ്പെടുവാനായിട്ട് നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കുടുംബത്തിലുള്ളായ നമ്മുടെ എല്ലാ കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാ കുടുംബങ്ങളെയും കർത്താവ് മാനിപ്പാൻ, അനുഗ്രഹിപ്പാൻ, ദൈവീയ വായ്ത്തത്വങ്ങളാൽ ദൈവം എല്ലാ കുടുംബങ്ങളെ നിറയ്ക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ട് ഒരാൾ വേഗത്തിൽ പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, മഹാനിത്യനും പരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അപ്പച്ചായ അനുഗ്രഹിക്കപ്പെട്ട രാവിലെ സമയത്തിനായിട്ട് പിന്നെ ഞങ്ങളെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക. കർത്താവെ, വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് കർത്താവെ, അപ്പച്ച അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് പ്രകാരം പല ദേശങ്ങളിൽ പല ഭവനങ്ങളായിരുന്നുകൊണ്ട് ഒരുമിച്ച് കർത്താവെ അപ്പ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ നന്നായി വിലയേറെ സാവകാശത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പറയപ്പെട്ട വിഷയങ്ങളെ അപ്പൻ്റെ കരങ്ങളിലേക്ക് സ്തോത്രത്തോടെ ഏൽപ്പിക്കുക. കർത്താവെ, ദൈവമേ, ഈ പ്രാർത്ഥനാ ധ്വനിയെന്ന ഈ പ്രസ്ഥാനത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രകാരം കർത്താവെ, ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ കർത്താവെ അപ്പാ ഹല്ലേലൂയ പങ്കുവെക്കുവാനും അവിടുത്തെ പാദപീഠത്തിൽ ഇറക്കി വെക്കുവാനും കർത്താവ് ഇപ്രകാരം ഞങ്ങൾക്കൊരു കൂടിയൊരു തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അനേകർക്ക് അനുഗ്രഹം, വിടുതലും തണുപ്പ് ആശ്വാസമായി തീരുവാൻ തക്കണം, അനേകം രക്ഷകനെ കണ്ടുമുട്ടാൻ മുഖാന്തരമാക്കി തീർക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ബെൻസൺ ബാസിനെയും കുടുംബത്തെയും കർത്താവിന്റെ ബലമുള്ള കരുത്തിൽ ഞങ്ങൾ പിന്നെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, അവിടുത്തെ അമിത ബലത്തിലും ശക്തിയിലും കർത്താവെ അവിടുന്ന് നിറച്ച്, കർത്താവെ അഭിഷേകത്താൽ നിറച്ച്, കർത്താവെ പിന്നെയും കാത്ത് പരിപാലിച്ച് സൂക്ഷിച്ചോളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുവാൻ പിന്നെയും ആവശ്യമായ എല്ലാ സ്വർഗീയ കൃപകളും അനുഗ്രഹങ്ങളും നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ അവിടുന്ന് ആദരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിന് മറ്റ് ദേശങ്ങളിലൊക്കെ നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, എല്ലാ കോർഡിനേറ്റേഴ്സിനെ കർത്താവെ ഹല്ലേലൂയ, കർത്താവെ മീഡിയ കോർഡിനേറ്റേഴ്സ് കർത്താവെ മിഷൻ കോർഡിനേറ്റേഴ്സ് കർത്താവെ, ദൈവമേ ഹല്ലേലൂയ, പ്രയർ കോർഡിനേറ്റേഴ്സ്, അതുപോലെ കർത്താവെ എല്ലാ നിലയിലും പ്രവർത്തിക്കുന്ന കർത്താവെ, ദൈവമേ കർത്താവെ, എല്ലാ പ്രവർത്തകരെയും കർത്താവെ, പ്രിയപ്പെട്ടവരെയും കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ കർത്താവിന്റെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെയൊക്കെ ഈ നാളിൽ കൂടുതലായി ശക്തീകരിച്ച് ബലപ്പെടുത്തി നാമത്തിന് വേണ്ടി കർത്താവെ നിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇതുമൂലം കർത്താവെ അനേകര് കർത്താവെ രക്ഷകനെ കണ്ടെത്തുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇതിന്റെ കർത്താവെ എല്ലാവിധമായ ആവശ്യത്തിന്മേലും കർത്താവിന്റെ കൃപ കൂടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് ചെന്നെത്താത്ത ദേശങ്ങളിൽ കർത്താവെ ചെന്നെത്തുവാൻ ഇത് മൂലം കർത്താവെ ഹല്ലേലൂയ അനേക
അനേകര് കർത്താവെ ഹല്ലേലൂയ കർത്താവിനെ അറിയുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും കർത്താവ് അനുഗ്രഹിക്കും, ബലപ്പെടുത്തി സഹായിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനയായിട്ട് കൃപയ്ക്കായ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് സകല ഞങ്ങൾക്ക് കർത്താവിന്റെ തന്നെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്നു. കൃപയുടെ കേട്ട ഉത്തരം മറലുമാറാണമേ. ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു. നമ്മുടെ ദിവസം സ്തോത്രം പറയാൻ സ്തോത്രം പ്രാർത്ഥന വേണ്ടിയുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ദേശത്തൊക്കെ ദൈവിക പ്രവർത്തനങ്ങളൊക്കെ ദൈവം അയക്കുവാൻ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾക്കെതിരായ വിവിധ രാജ്യങ്ങളായാലും പീഡകൾ വർദ്ധിക്കുന്നു. നൈജീരിയയിലൊക്കെ എത്രയോ ദൈവദാസന്മാരെ തട്ടിക്കൊണ്ടു പോകുന്നു. എത്രയോ ദൈവസഭകളൊക്കെ തീ വെച്ച് ചുട്ടു അരിക്കുന്നു. അനേക ദൈവമക്കളുടേതാവുന്ന സ്വത്തുകൾ, നന്മകളെല്ലാം അപഹരിക്കപ്പെടുന്നു, പീഡിപ്പിക്കുന്നു, കഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ അനേക രാജ്യങ്ങളില്, നൈജീരിയ പോലെ അനേക രാജ്യങ്ങളില് ദൈവദാസന്മാർ, ദൈവമക്കളൊക്കെ വളരെ ഭയത്തോടെ, ഭീതിയോടെ ആയിരിക്കുന്നു. നമ്മുടെ നോർത്ത് ഇന്ത്യയിലും പലയിടങ്ങളിലായി, പല സ്ഥലങ്ങളിലായി ശക്തമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ദൈവസഭകൾക്കെതിരായിട്ട് ആഞ്ഞടിക്കുകയാണല്ലോ. സ്തോത്രം. സ്വാതന്ത്ര്യമായിട്ടൊന്ന് ആരാധിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ രാജ്യത്ത്, ഈ നമ്മുടെ ഭരണഘടന പ്രകാരം സ്വാതന്ത്ര്യമായി നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവം സഹായിക്കണം. എല്ലാ തടസ്സങ്ങളെയും ദൈവം മാറ്റണം. നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന എല്ലാ ദുഷ്ടസിംഹാസങ്ങളെയും ദൈവം തന്നെ നിയന്ത്രിപ്പാനായിട്ട്, ദൈവജനത്തിന് സ്വാതന്ത്ര്യമായി ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ദൈവ അവസരങ്ങൾ ഒരുക്കുവാനായിട്ട് ജയിലറായി കിടക്കുന്ന എത്രയോ ദൈവദാസന്മാരുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യമായ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ എത്രയോ പാസ്റ്റർമാർ ജയിലിൽ കിടക്കുന്നു. നമുക്ക് ഒരുമിച്ച് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവ വിടുതൽ അവരുടെ മേൽ ദൈവം അയക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. വേഗത്തിൽ ആ വിഷയത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. വിശ്വസനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, പേര് പറയപ്പെട്ടതായ വിഷയങ്ങളെല്ലാം എൻ്റെ അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നൈജീരിയയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവ രാജ്യത്തെ അനുഗ്രഹിക്കണമേ. അനേക ദേവദാസന്മാർ ജയിലറുകളിലും മറ്റുമായി കഴിയുന്നു. സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതെ പലതരമായ ഭാരത്തിൽ പ്രയാസത്തിന് കഴിയുന്നവരുണ്ട്. അവരെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. രാജ്യങ്ങൾ അനുഗ്രഹിക്കണമേ. സുശേഷ വിരോധികളെ കരങ്ങളിൽ ഏൽപ്പി ദൈവസ്നേഹോടുകൂടി നൽകണമേ. ദൈവം നൽകണമേ. ഞങ്ങളുടേതായ കർത്താവേ, ദേവദാസന്മാരെ, ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ ദൈവത്തെ അറിഞ്ഞ് ജീവിപ്പാനുള്ള കൃപയെ അവിടുന്ന് നൽകണമേ. ദൈവമേ, ഭരണാധികാരികളെ ബലപ്പെടുന്ന സ്വാതന്ത്ര്യവും സമാധാനവും രാജ്യത്ത് നൽകണേ. ദൈവമേ, ജയിലറകളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സ്വാതന്ത്ര്യം നൽകണേ. കർത്താവേ, ശേഷത്തിട്ടില്ലാത്ത അനേക രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ അനേക ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കണേ. ശേഷത്തിന് അനുകൂലമായ ഒരു ഭരണം നടപ്പാൻ അവിടുന്ന് കൃപ നൽകണേ. ഭരണകർത്താക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. എൻ്റെ ദൈവം അവിടുന്ന് ഓരോ വിഷയത്തിന്മേൽ എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ. പേര് പറയപ്പെട്ടതായ എല്ലാ വിഷയവും എൻ്റെ അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ അപ്പച്ചൻ പ്രാർത്ഥന കേട്ട സ്തോത്രം. നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ദൈവത്തിനെ സ്തോത്രം പറയാം. നന്ദി അറിയിക്കുന്നു. അടുത്ത പ്രാർത്ഥന വിഷയത്തിന് വേണ്ടി ജൈന സിസ്റ്റർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. ജൈന സിസ്റ്റർ അടുത്ത വിഷയം കേൾക്കണം, പ്രത്യേകം പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞുള്ള പ്രാർത്ഥന വിഷയത്തിന് വേണ്ടി സഹായിച്ചാലും പ്രാർത്ഥിക്കണം. ഒന്നാമതായി നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ ചില ദൈവദാസന്മാരൊക്കെ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും വായിച്ചതാണല്ലോ. നമ്മുടെ രാജൻ പാസ്, ഷാരൻ സഭ ശിക്ഷകന രാജൻ പാസിന് കിഡ്നി മാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. 30 ലക്ഷത്തോളം രൂപ അതിനോട് ചെലവാകും. അങ്ങനെ ദാസന് വളരെ പ്രയാസത്തിൽ കൂടിയായിരിക്കുന്നു. രാജൻ പാസിന്റെ കിഡ്നി മാറ്റി ശസ്ത്രക്രിയ വലിയ വിടുതലും വിജയവുമായി തീരുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. പൂർണ്ണമായ വിടുതൽ ദൈവം അയക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. മോന് കിഡ്നി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് വലിയ പ്രവൃത്തി ദൈവം അയക്കുവാൻ പ്രാർത്ഥിക്കാം. രണ്ടാമതായ റെജി എന്ന് പറയുന്ന സഹോദരന് മുകളിൽ നിന്ന് വീണിട്ട് ഇപ്പോഴ് താന് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കുന്നു. ഒടിവോ തലയ്ക്കോ കാലിനോ ഒന്നും ഒടിവില്ല, പക്ഷെ തന്റെ പെടലി ഒടിഞ്ഞു.
വളരെ കിട്ടുകയിൽ തന്നെ ആയിരിക്കുന്ന പൂർണ്ണമായ സൗഖ്യം ആ പ്രിയ റിജിബറിന്റെ മേൽ ദൈവം അയക്കുവാൻ ഈ രണ്ട് പ്രാർത്ഥന വിഷയത്തെ ഓർത്തുകൊണ്ട് ജെനി സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ പരിശുദ്ധനാഥനയുടെ ദൈവമേ സ്നേഹം നിറഞ്ഞ സ്വർഗീയ നല്ല കർത്താവേ നല്ല സമയത്തിനായി ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. നിന്റെ ദാസൻ പറഞ്ഞ രണ്ട് വിഷയത്തെ സ്തോത്രത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ ദാസൻ രാജംബാസ്റ്റേയും തന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കിഡ്നി സംബന്ധമാകുന്ന കർത്താവെ പ്രയാസത്തിൽ തന്നായിരിക്കുന്നല്ലോ ദൈവമേ. വരും ദിവസങ്ങളിൽ അതിന്റെ ശസ്ത്രക്രിയ നടക്കേണ്ടതുണ്ട്, കിഡ്നി മാറ്റി വെക്കേണ്ടതുണ്ട്. കർത്താവെ നല്ലൊരു എമൗണ്ട് സാമ്പത്തികമായിട്ട് അതിനാവശ്യമുണ്ടല്ലോ കർത്താവ്. ഇത് കൊടുക്കുവാൻ തന്നെ മോനെ കർത്താവെ പൂർണ്ണ മനസ്സോടെയും ആയിരിക്കുന്നു. കർത്താവെ രണ്ടുപേരുടെ ആരോഗ്യസ്ഥിതി ആമേന കർത്താവെ ഹല്ലേലൂയ മെച്ചപ്പെടുവാൻ സഹായിക്കണം. തക്ക സമയത്ത് ഓപ്പറേഷൻ നടന്ന് പൂർണ്ണ സൗഖ്യത്തോടെ വീണ്ടും കർത്താവിൻ്റെ വേല വ്യാപൃതനായിരിക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവോടന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. വീടിന് മുകളിൽ നിന്ന് വീണ് ആമേൻ പെടലിയോടിഞ്ഞ കർത്താവെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കുന്ന പ്രിയ സഹോദരനെ ഞങ്ങൾ ഓർക്കുന്നപ്പാ. തന്നോട് ദൈവത്തിന് കൃപ തോന്നണമേ. തൻ്റെ കുടുംബത്തെ തൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം ഓർക്കണമേ അപ്പാ. അത്യാസന്നതയിൽ നിന്നൊരു വിടുതൽ കൽപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. അവിടുന്ന് ദൈവം അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം. അത്ഭുതം പ്രവർത്തിക്കുന്നതിനായ സ്തോത്രം. രണ്ടുപേരെയും കർത്താവ് വിടുവിക്കുന്നതിനായ സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. മഹത്വപ്പെടുത്തതിനായ സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. പ്രാർത്ഥന കേട്ടു നമുക്ക് എല്ലാവർക്കും അല്പ നിമിഷം ദിവസം സ്തോത്രം പറയാം. സ്തോത്രം പ്രാർത്ഥന നന്ദി അറിയിക്കുന്നു. വീണ്ടും നമ്മുടെ ദിവസനെ പ്രാർത്ഥിക്കാൻ സഹായിച്ചാൽ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ച് നമ്മുടെ ദൈവദാസന്മാർക്കായ ദൈവസഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വന്തമായ ഭവനമില്ലാത്ത അനേക ദൈവദാസന്മാരും ദൈവമക്കളുമുണ്ട്. പ്രത്യേകിച്ച് പ്രാർത്ഥനയിലൊക്കെ പലരും താമസിച്ച് 65-70 വയസ്സൊക്കെ ആകുമ്പോൾ റിട്ടയർമെന്റ് ആയി കഴിയുമ്പോൾ ഇവരോട് പോയി താമസിക്കും എന്ന് അറിയാത്ത വലിയൊരു വ്യവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഒരു മോട്ട് ചെയ്തേക്കടെ ഡിവൈസ് ഓണായി കിടക്കുന്നു. അമ്മ ആ മൂട്ട് ചെയ്തേടമേ. അമ്മയുടെ ഫോൺ മൂട്ട് ചെയ്തേ. അങ്ങനെ പല പ്രിയപ്പെട്ടവരും ദൈവദാസന്മാര് പലരും 65-70 വയസ്സിനുള്ളിൽ തന്നെ റിട്ടയർഡ് ആവണം. പക്ഷെ അവര് എവിടോട്ട് പോയി അനേക പാസ്റ്റയിലൊക്കെ താമസിച്ച് അവസാനം അവർക്ക് സ്വന്തമായിട്ട് ഒരു വീടൊന്നും ഇല്ലാതിരിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്, ദൈവമക്കളുണ്ട്. സ്തോത്രം. ദൈവമക്കൾ വാടകയ്ക്ക് മാറി നമ്മുടെ ഈ പ്രാർത്ഥന ഗ്രൂപ്പിൽ തന്നെ അനേക ദൈവമക്കളുടെ സാക്ഷ്യം കേൾക്കാറുണ്ടല്ലോ. ഒരു വീട് ആവശ്യമാ, സ്വന്തമായ ഒരു ഭവനം ആവശ്യമാ, അതിനാവശ്യമായ വഴികള് സ്വന്തം വസ്തു പോലും ഇല്ലാത്ത പല പ്രിയപ്പെട്ടവരുണ്ട്. ദൈവ അത്ഭുതം പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവിന്റെ ഭണ്ണാരത്തിനൊന്നിനും കുറവില്ല. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാ. എത്രയും പെട്ടെന്ന് തന്നെ ആ കർത്താവ് നീണ്ട നാളുകളായി കർത്താവിനെ സേവിച്ച് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന അവർക്ക് എത്രയോ വീടുകളുടെ പ്രതിഷ്ഠകളെല്ലാം നടത്തിയിട്ടുണ്ട്. വീടിന്റെ സമർപ്പണം സൂക്ഷിച്ച് നടത്തിയ എത്രയോ ദൈവദാസന്മാരുണ്ട്. ദൈവം അവർക്കെല്ലാം നല്ല ഭവനങ്ങൾ ദാനമായി കൊടുക്കാൻ പ്രാർത്ഥിക്കും. നമ്മുടെ ദൈവമക്കൾക്ക് പലർക്കും ഭവനങ്ങൾ ആവശ്യമാണ്. ദൈവം വഴി തുറക്കാൻ പ്രാർത്ഥിക്കാം. അതുപോലെ വിവാഹം പ്രായമെത്തിയ നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രാർത്ഥന പ്രയർ ഗ്രൂപ്പിൽ തന്നെയുള്ളതായ അനേക മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി പറയുന്നുണ്ടല്ലോ. ദൈവം തക്ക സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അനുയോജ്യരായ തുണകളെ ദൈവം കൊടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്താൽ വിവാഹം ദൈവത്താൽ സ്ഥാപിതമായതാണ്. ദൈവത്താൽ ഉടമ്പടി ചെയ്തതാണ് വിവാഹം. ആ വിവാഹ ബന്ധം തക്ക സമയത്ത് മനുഷ്യൻ ഏകനായിരിക്കുക നന്നല്ല എന്ന് കണ്ട കർത്താവ് തക്ക സമയത്ത് എന്നുള്ള ക്രിമിനൽ ചെയ്ത പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവഹിത പ്രകാരമുള്ള മക്കൾ നമ്മുടെ ഭവനങ്ങളിൽ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവഹിതമല്ലാത്ത ഒന്നും നമ്മുടെ കുടുംബത്തിൽ വരല്, ദൈവഹിതമല്ലാത്ത ഒരു ബന്ധങ്ങളും നമുക്ക് വേണ്ട. എടുത്തിയാടല്, ഇവിടുത്തെ പിള്ളേരുടെ കല്യാണം കഴിയാൻ എനിക്ക് ഇപ്പം തന്നെ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ആരും ചാടേണ്ട ആവശ്യമില്ല. പ്രാർത്ഥിക്കണം. ദൈവഹിത പ്രകാരമുള്ളത് തക്ക സമയത്ത് നിന്റെ ഭവനത്തിൽ കടന്നു വരും. ദൈവഹിത പ്രകാരമുള്ള കുഞ്ഞുങ്ങളെ ദൈവം നമ്മുടെ ഭവനങ്ങളിൽ കൊണ്ടുവരാനായിട്ട് പ്രാർത്ഥിക്കുക. വിവാഹം കഴിയുന്ന തലമുറയില്ലാത്ത ഒത്തിരിയും പ്രിയപ്പെട്ടവര് ഉണ്ട്. ദൈവം അനുഗ്രഹിക്കുന്ന തലമുറകളെ ദൈവം അവർക്ക് ദാനമായി കൊടുക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക. ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ പ്രിയ ഷായിച്ചാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗസപിതാവേ, ഈ സമയത്തിനാണ് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. പ്രഭാതകാലത്ത് അങ്ങയുടെ പാദപീഠത്തിലായിരിക്കും തക്കോണം ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ദൈവമേ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും യാചനകളും ഒക്കെയും അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ട് കർത്താവേ മറുപടി തരുന്ന ദൈവമാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഇവിടെ പറയപ്പെട്ട ഈ വിഷയത്തിന് വേണ്ടി പ്രത്യാൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം. പ്രത്യാൽ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം. ഏറിയ വർഷങ്ങൾ കർത്താവിന്റെ വേല ചെയ്ത അനേക ദൈവദാസന്മാരുണ്ട്. അവർക്ക് കർത്താവേ സ്തോത്ര വാർദ്ധക്യത്തില്
പലർക്കും ഭവനമില്ലാതെ ഭാരപ്പെടുന്ന അനേകരുണ്ട്. പലരും രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്. പലരും പലവിധ ബുദ്ധിമുട്ടിനാലും പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അങ്ങനെയുള്ള ദൈവദാസന്മാരെയും ദൈവ കുടുംബത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. ഭവനമില്ലാത്തവർക്ക് കർത്താവ് ഭവനം ദൈവം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ കാലം മുഴുവൻ കർത്താവിനെ സേവിച്ചിട്ട് അവസാനം ഹാലിലിയ ശാരീരികവും മാനസികമായ ഭാരത്തിലാകുവാൻ ദൈവം ഒരു കാരണവശാലും അനുവദിക്കരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥനായി വിടത്തില്ലെന്ന് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത കർത്താവ് ഇന്ന് ഞങ്ങളുടെ മധ്യേ ഉള്ളതിനാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. അങ്ങനെയുള്ള ദൈവദാസന്മാരോട് പ്രാർത്ഥിക്കുക കർത്താവെ. ഭവനമില്ലാത്ത എല്ലാ ദൈവദാസന്മാർക്കും കർത്താവെ ഹല്ലേലൂയ എത്രയും വേഗം അതിനുള്ള വഴിയും വാതിലും ദൈവം ഒരുക്കി കൊടുക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. അതുപോലെ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് കർത്താവെ. അവർ നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഏതെങ്കിലും മാധ്യമത്തിൽ കൂടെ കർത്താവെ ഹല്ലേലൂയ ദൈവം അവർക്കുള്ള വഴിയും വാതിലും ഒരുക്കി കൊടുത്ത് സഹായിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്ര ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളുടെ മുമ്പിൽ വഴികളൊന്നും കാണാതിരിക്കുമ്പോൾ ഹല്ലേലൂയ അങ്ങയുടെ മുമ്പിൽ 1000 വഴികളുണ്ടല്ലോ കർത്താവെ സ്തോത്രം. മകൻ ഇതാകുന്ന വഴി, ഇതിലെ കടന്നു വന്ന് ഇമ്പ ശബ്ദം കേൾപ്പിക്കാൻ കഴിവുള്ള കർത്താവ് ഞങ്ങളുടെ ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ചില അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കണ്ണ് കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ ദൈവത്തോട് പ്രാർത്ഥി. എത്രയും വേഗം കർത്താവെ ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കണമേ, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. അതുപോലെ കർത്താവെ വിവാഹപ്രായമായി നിൽക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. തക്കതായ തുണയെ ദൈവമേ എൻ്റെ സമയത്ത് ഒരുക്കണമേ, സമയം വൈകിപ്പോവാൻ ദൈവം ഇടയാക്കരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്ര ഹല്ലേലൂയ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി തീരുവാൻ തക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ദൈവത്തിന്റെ അത്ഭുതകര ഈ ദിവസങ്ങളിൽ കാണുവാൻ സ്വർഗം ഇടയാക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. സ്വന്തം കർത്താവ് ഒരു തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് സ്തോത്ര ദിവസത്തിലായിരിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഈ പ്രഭാത കാലത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവത്തിന്റെ അത്ഭുതകരം ഹാലേലിയ ദൈവം ചെയ്യുമാറാകണമേ. അബ്രഹാമിന് സന്തതിയെ കൊടുത്ത കർത്താവ് ഹല്ലേലിയ ഒരിക്കലും കർത്താവ് സാധ്യമല്ലെന്ന് പറഞ്ഞ കർത്താവ് ഹാലേലിയ സാഹചര്യങ്ങളിലെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കാണാൻ ദൈവം എവിടെയാക്കിയെങ്കിൽ ഈ പകൽക്കാലം കർത്താവ് തലമുറയില്ലാത്ത കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം അതിനുള്ള വഴിയും വാതിൽ ദൈവം ഒരുക്കി കൊടുത്ത് കർത്താവ് സ്തോത്രം. ഹാലി ദിവസങ്ങളിൽ ചില അത്ഭുതങ്ങൾ കാണുവാൻ സ്വർഗം ഇടയാക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പ്രാർത്ഥന ദൈവം കേട്ടതിനാട് സ്തോത്രം. യേശു ക്രിസ്തുനാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കുമാറാകണമേ. ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ടോട് നമ്മൾ ദിവസം സ്തോത്രം പറയാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ച അയച്ചുള്ള നന്ദി അറിയിക്കുന്നു. എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ ദൈവങ്ങൾ വേഗത്തിൽ പറഞ്ഞാട്ട്. പ്രൈസ് ലോർഡ്. എൻ്റെ ആസ്തിക്കകത്തെ വേദന അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറുന്നില്ല. ഒത്തിരി പ്രയാസപ്പെടുന്നുണ്ട്. പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ദൈവമാണിയാന്ന് കിട്ടാൻ വേണ്ടി ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. ഞാൻ നല്ല ബന്ധുവിനോട് പറഞ്ഞായിരുന്നു. അശ്വതിക്ക് ഫീൽഡ് വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അവിടെ പോക്കിലും വരവിലൊക്കെ കൂടെ ഇരിക്കാൻ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിയും പരിജ്ഞാനവും ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ട് ദേശത്തിനെ താണിക്കുന്നു. ഈ 2-3 പ്രാർത്ഥനാ വിഷയത്തിന് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ട്. ജേനിസസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസ്ഥിക്ക് വേദനയാൽ ഭാരപ്പെടുന്നു. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തില് നിന്റെ അസ്ഥികളെ എല്ലാം സൂക്ഷിക്കുന്നു. അവയിൽ ഒന്നും ഒടിഞ്ഞു പോകത്തില്ലെന്നുള്ള ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അനേക അഭിഷിക്തദാസന്മാരുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തില് ഉടവല ശന്തല ഘടകത്തിന് അസ്ഥികളുടെ വേദനകൾ, ശരീരത്തോട് പോരാടുന്ന രോഗബന്ധനത്തെ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ശാസിക്കുന്നു, വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. രക്തം ജയമേറ്റെടുക്കുക. ശാരീരികമായ അസ്ഥി സംബന്ധമായ വേദനയിൽ കൂടി കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പൂർണ്ണമായ സൗഖ്യം ഈ പ്രഭാത പ്രാർത്ഥനയിൽ ദൈവം അയക്കണമേ. അങ്ങനെ അടിപ്പിണരുകളാണ് സൗഖ്യം ഓരോ മക്കളുടെ മേലും ദൈവം അയക്കണമേ കർത്താവേ. നടുവിന്റെ വേദനകള്, ശരീരത്തിലുള്ള വേദന, കൈകാലിന്റെ വേദനകള്, ഡിസ്കിനുള്ള തേയ്മാനം യേശുവിന്റെ നാമത്തില് പൂർണ്ണമായ സൗഖ്യതയും അയക്കാൻ പോകുന്നതിനായി സ്തോത്രം. പ്രവീണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ മോന്റെ ഇന്റർവ്യൂ കർത്താവേ, നല്ലൊരു അനുഗ്രഹം കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവനെ മാനിക്കണമേ. ഒരു അത്ഭുത വഴികൾ പ്രിയ പൈതന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അശ്വതിമോക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവീയ അനുഗ്രഹത്താൽ ആ കുടുംബത്തെ മാനിക്കണമേ. ദൈവീയമായ അനുഗ്രഹം ആ കുഞ്ഞിനെ ദൈവം അയക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ ആയിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ ബുദ്ധിയും ഞാനും കൊടുക്കുന്നു. എക്സാം എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ദൈവമേ, നല്ല ഉന്നതമേറിയ വിജയം ദൈവർക്ക് ദാനമായി കൊടുക്കണമേ. അത്ഭുതങ്ങൾ അയക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടുകൊണ്ട് എല്ലാവരും ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. സ്തോത്രം 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 പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞാട്ട് വേഗത്തില്. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. ഇന്നലെ എൻ്റെ കേസ് ഉണ്ടായിരുന്നു, അത് വീണ്ടും മാറ്റിവെച്ചു. പിന്നെ അവരോട് ഹിയറിംഗ് നോട്ട് കൊടുക്കാൻ പറഞ്ഞു, എതിർഭാഗത്തിനോട്. അപ്പൊ ഏകദേശം വിധിയോട് അടുത്തോണ്ട് വരുന്നു. എത്രയും പെട്ടെന്ന് ഒരു വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാസ്റ്ററിനും സിസ്റ്ററിനും പ്രത്യേകം നന്ദി ദൈവനാമത്തിൽ അറിയിക്കും. മറ്റൊന്നും പ്രാർത്ഥന വിഷയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? പ്രൈസിലോട് പാസ്റ്ററെ സ്തോത്രം. ട്രേസിക്കുന്ന അലർജിയുടെ ടെസ്റ്റിന് പോകുന്നുണ്ട്. ദൈവം എല്ലാം അത്ഭുതകരമായി നടത്തേണ്ടതിന് പ്രാർത്ഥന ചോദിക്കുന്നു. പൂർണ്ണമായ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം. മോള് വയറ്റിനകത്ത് അസ്വസ്ഥതകളുണ്ട്, ആഹാരം കഴിക്കാൻ പറ്റാത്ത. മോളുടെ പേരെന്തുവാ? നിസി. ഓക്കെ, നമുക്ക് ഈ 3 വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തില് ലിൻസി സിസ്റ്റർ പറഞ്ഞ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കേസ് സംബന്ധമായ വിഷയം ഒരു വലിയ ബുദ്ധിമുട്ടാണല്ലോ. കേസുകൾ, കോടതികളൊക്കെ പലപ്പോഴും നമ്മളെ വല്ലാതെ അലട്ടാറുണ്ട്. എത്ര പ്രാവശ്യം കയറി ഇറങ്ങണം, എത്ര പ്രാവശ്യം വക്കീലന്മാർക്ക് പൈസ കൊടുക്കണം, വലിയ പ്രയാസമാണ്. ദൈവമേ, ഞങ്ങൾ കേൾക്കുവാനാ ഇത് സംബന്ധിച്ച് നാം എന്തുത്തരം പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ഈ വിഷയത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ. കർത്താവ് എത്രയും പെട്ടെന്നൊരു വിധി വരുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ആ വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രിയ മക്കളോട് മനസ്സറിയണമേ. ദൈവം കരുണ കാണിക്കണമേ. എത്രയും പെട്ടെന്ന് ആ വിഷയത്തിന്മേൽ ദൈവത്തിന് വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യാനി പറഞ്ഞതായ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അലർജിയായി ഭാരപ്പെടുന്ന ആ വിഷയത്തിന്മേൽ കർത്താവിന് അത്ഭുതമേറിയ കരം ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ പ്രിയമകളുടെ മേൽ ദൈവം അയക്കണമേ. ഓ ഷാബാലഹത്തുനാലകശസി എല്ലാ അലർജിയുടേതാകും ബുദ്ധിമുട്ടുകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുക. അത്ഭുതം ദൈവം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിനിസിസ് പറ വിഷയത്തിന് വേണ്ടി നിസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവാത്മാവിന്റെ വിടുതൽ നിമിഷം വ്യാപരിക്കട്ടെ. പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേറെ വിടുവിക്കുന്ന തുളച്ചിന്റെ ദൈവാത്മാവിന്റെ അഭിഷേകം ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ശരീരത്തിനുമേയും വ്യാപരിക്കട്ടെ. കർത്താവേ, ശാരീരികമായ ചില ക്ലേശങ്ങളിൽ കൂടി കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതലകര ദൈവമേ. നടുവിന്റെ വേദന, തലവേദനയാൽ കഴിയുന്നവരുണ്ട് കർത്താവ്. മൈഗ്രീന്റെ പ്രയാസത്താൽ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ക്യാൻസർ രോഗത്താൽ, കിഡ്നി രോഗത്താൽ, ബ്രെയിൻ ട്യൂമറാൽ കഴിയുന്നവരുണ്ട് കർത്താവേ. പാങ്ക്രിയാസിന്റേതാവുന്ന പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം ദൈവം അയക്കണമേ. കർത്താവിന്റെ വലിയ വിടുതലകര ദൈവം അയക്കാൻ പോകുന്നതിനായി സ്തോത്രം. സാമ്പത്തികമായ ബുദ്ധിമുട്ടിക്കൂട്ടി കടന്നു പോകുന്ന ഇത്രയും പ്രിയപ്പെട്ടവരുണ്ട്. ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പോലും കഴിയാതെ വലിയ നിരാശയിൽ കൂടി കടന്നു പോകുന്നു കർത്താവേ. അങ്ങ് മനസ്സലിയണമേ. അത്ഭുതം പ്രവർത്തിക്കണമേ. ജോലിയില്ലാതെ കഴിയുന്ന പല കുഞ്ഞുങ്ങളും ഉണ്ട്. ഡൈവേഴ്സിന്റേതാകുന്ന വക്കീലെത്തിയിരിക്കുന്ന പല പ്രിയപ്പെട്ടുണ്ട് കർത്താവേ. ദൈവം യോജിപ്പിച്ചതായ മനുഷ്യന് വേർതിരിക്കാൻ കഴിയത്തില്ലല്ലോ കർത്താവേ. എന്നാൽ ഇന്ന് ക്രൈസ്തവ കുടുംബങ്ങളിൽ ഡൈവേഴ്സ് കർത്താവ് വിവാഹമോചനം പെരുകിയ ഇഷ്ടംപോലെ കേസുകളാണ് കർത്താവേ. ദൈവത്തിന്റെ കാര്യം അവിടെ ഇറങ്ങണമേ. ആ കുഞ്ഞുങ്ങൾ തമ്മിലുള്ളതായ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് സ്നേഹത്തോടെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുവാൻ പിതാവേ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്ന കൃപയ്ക്കാ നമുക്ക് ദൈവസ്നേഹ സ്തോത്രം പറയാം. സ്തോത്രം. മറ്റെന്തെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടോ? പാസ്റ്റർ, എന്റെ പേര് ബീന എന്നാണ്. എനിക്ക് വസ്തു വാങ്ങിച്ച സംബന്ധമായിട്ട് ഒരു 2.25 രൂപ തിരിച്ചു കിട്ടാനുണ്ട്. അഡ്വാൻസ് കൊടുത്തതും അല്ലാതെ ഇച്ചിരി പൈസ കിട്ടാനുണ്ട്. അത് ഓരോ ദിവസവും പറഞ്ഞു പോകുന്നതല്ലാതെ ചെറുത് ഇന്നൊരു ഫൈനൽ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ബിസിനസ് പറഞ്ഞ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ വസ്തു വിറ്റതിൽ കർത്താവെ ലഭിക്കാനുള്ളതായ പൈസ ദൈവമേ അതൊന്നും പോലും മുടങ്ങാതെ ആ പൈസ മൊത്തം ലഭിക്കുവാൻ ദൈവം സഹായിക്കണമേ. ഇന്ന് തന്നെ ആ വിഷയത്തിന്മേ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ. ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തില് ദൈവത്തിന്റെ കരം ആ വിഷയത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കണമേ.
ആ ലഭിക്കാനുള്ള പൈസ മൊത്തം ലഭിക്കാതെ ദൈവം സഹായിക്കണമേ. കർത്താവെ ഒരു അത്ഭുതം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കണമേ. കർത്താവെ വലിയ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ വലിയ കരഭാവിഷ്യത്തിമേ ദൈവം നീട്ടിയതിനായി സ്തോത്രം. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി ദൈവം അയച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ. കർത്താവ് വലിയ ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥന വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ വലിയ കരം ദൈവം അയക്കട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആരാധന ഹോ ആരാധന खुदावन यीशु की आराधना, आराधना हो आराधना, खुदावन यीशु की आराधना, चांदी दादा की आराधना, मुक्ति दादा की आराधना, चांदी दादा की आराधना, मुक्ति दादा की आराधना, आराधना हो आराधना, खुदावन यीशु की आराधना, पवित्र दिल से आराधना, प्रेमी मन से आराधना, पवित्र दिल से आराधना, प्रेमी मन से आराधना, आराधना हो आराधना, खुदावन यीशु की आराधना, आराधना हो आराधना, खुदावन यीशु की आराधना, मेरे मसीहा की आराधना, जीवन दादा की आराधना, मेरे मसीहा की आराधना, जीवन दादा की आराधना, आराधना हो आराधना, खुदावन यीशु की आराधना, आराधना हो आराधना, खुदावन यीशु की आराधना, आराधना हो आराधना, खुदावन यीशु की आराधना. കർത്താവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല, എന്നാലും ദൈവം തരുന്ന സമയങ്ങള് പാടാൻ അവസരം കിട്ടിയാ പാടും, പ്രസംഗിക്കാൻ അവസരം കിട്ടിയാ പ്രസംഗിക്കും, പ്രാർത്ഥിക്കാൻ അവസരം ലഭിച്ചാ പ്രാർത്ഥിക്കും. നമ്മുടെ സുരേന്ദ്രൻ പാസ്റ്റൊക്കെ ഉണ്ടല്ലോ, നല്ല പാട്ടുകാരനാണ് സുരേന്ദ്രൻ പാസ്റ്റൊക്കെ. അതുപോലെ നമ്മുടെ പി ടി തോമസ് പാസ്, ബാബു പാസ്, അനേക പാട്ടുകാരായ ദേവദാസവൻ, നമ്മുടെ ഷായിച്ചാൻ, അതുപോലെ നമ്മുടെ നല്ല അനുഗ്രഹിക്കപ്പെട്ട സഹോദരിമാര് ഒക്കെ നല്ല പാട്ടുകാരികളൊക്കെ ആണല്ലോ ദൈവം. നമ്മുടെ ഫിലിപ്പങ്കള്, അങ്ങനെ ഒത്തിരി പ്രിയപ്പെട്ടവരൊക്കെ നല്ല പാട്ടുകാരിമാരൊക്കെ. പി ടി തോമസ് പാസും അമ്മാമിയും നല്ല പാട്ടുകാരിയുമാണ്. അതുപോലെ കർത്താവിന്റെ വേലയിൽ ദൈവത്തെ ശക്തമായി ഉപയോഗിക്കുന്നത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അവരെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, Pastor Ji, for that Hindi song. Thank you. Praise the Lord. സ്തോത്രം. നന്നായിട്ട് ഹിന്ദി പാട്ട് പാടി, നന്നായിരുന്നു. ഹിന്ദി സോങ് നന്നായിരുന്നു. ഗുഡ്. ഓക്കെ, ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം തന്നിരിക്കുന്ന താലന്തുകളൊക്കെ ദൈവനാമത്തിന് കാരണമായി തീരുവാനായിട്ട് പ്രാർത്ഥിക്കാം. ആമേൻ. ആരും അവസരം തരത്തില്ല, പക്ഷെ ദൈവം തരുന്ന അവസരങ്ങൾ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. പാടാനാണോ ദൈവം താലന്ത് തന്നിരിക്കുന്നത്, പാടണം. പ്രാർത്ഥിക്കാനാണോ, പലരും പറയൂ എനിക്ക് ഒരു കൃപയേ ഇല്ലെന്ന് പറയാറുണ്ട്, എനിക്ക് ഒരു കൃപ പോലും ഇല്ലെന്ന് പറയാറുണ്ട്. ഇല്ലില്ല, ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ നമ്മൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യണം. ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ നമ്മൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യണം. ആമേൻ. സ്തോത്രം. അല്പനിമിഷമായി വചനം സംസാരിക്കാൻ ദൈവം തരികയാണ്, വചനം സംസാരിക്കണം. പ്രാർത്ഥിക്കാനാണെങ്കിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ദിനയുടെ 15ഓളം പ്രയർ ഗ്രൂപ്പുകളുണ്ട്. അനേക പ്രാർത്ഥന വിഷയങ്ങളാണ് വരുന്നത്. നിങ്ങൾ ആ സമയമുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണമേ. ആ ഗ്രൂപ്പിൽ തന്നെ ഉള്ളവരായിരിക്കും പ്രാർത്ഥന വിഷയങ്ങൾ ഇടുന്നത്. അതുപോലെ പ്രാർത്ഥന ദിനയുടെ പ്രയർ കോർഡിനേറ്റേഴ്സ് വിവിധ രാജ്യങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. എഡിറ്റോറിയൽ ബോർഡിന് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയുള്ള അവസരങ്ങളുണ്ട്. പ്രാർത്ഥനയുടെ മാസിക, ഈ പ്രാവശ്യത്തെ മാസിക ഇന്ന് നമ്മുടെ ഗ്രൂപ്പുകളെല്ലാം കടന്നു വരുന്നതായിരിക്കും. ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ എഴുതണം. നല്ല നിങ്ങൾ ഒരു പക്ഷേ വലിയ എഴുത്തുകാരൊന്നുമല്ല, വലിയ ഇന്റർനാഷണൽ എഴുത്തുകാരൊന്നുമല്ല എന്നറിയാം, പക്ഷെ നമ്മൾ ആരും എഴുത്തുകാരൊന്നുമല്ല. പക്ഷേ നിങ്ങളുടെ ലേഖനങ്ങൾ എഴുതാ
അത് നമ്മുടെ എഡിറ്റോറിയൽ ബോർഡിൽ നല്ല രീതിയിൽ നോക്കി നല്ല രീതിയിൽ അത് സെറ്റപ്പ് ചെയ്ത് നിങ്ങളുടെ കരങ്ങളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും എഴുതാനുള്ള താല്പര്യം ദൈവം തരും. എന്റെ നാവ് സമർത്ഥനാവുന്ന ലേഖകന്റെ എഴുത്തുകോൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് എഴുതുവാനും പാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവം തിരഞ്ഞെടുക്കുന്ന സമയങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനൊക്കെ നമ്മുടെ ഈ പ്രാർത്ഥന തന്നെ ഒരു നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ്. പ്രാർത്ഥന ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കിടാനൊക്കെ അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത് ഏറ്റവും ആവശ്യമാണ്. അല്പനിമിഷത്തെ ചിന്തിക്കുവാൻ ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 1-2 വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 1-2 വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടതെന്ന് യഹോവയോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. യഹൂദ തന്റെ സഹോദരനായ ശിമയോനോട്, എന്റെ അവകാശ ദേശത്ത് കനാന്യരോട് യുദ്ധം ചെയ്യും. വളരെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഒരു വചനമാണ് നമ്മൾ വായിപ്പാനിടയായത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാകുന്ന ഒരു വാക്യമാണല്ലോ നമ്മൾ വായിപ്പാനിടയായത്. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ചോദിച്ചു. ആമേൻ. യോശുവയുടെ മരണശേഷം, പഴയ നിയമകാലത്ത് മോശയ്ക്ക് ശേഷം യോശുവായ്ക്ക് ശേഷം ഇത്രയും നാളും ജനത്തെ 30 ലക്ഷം പേരെയും മിസ്രൈമിൽ നിന്ന് ദൈവീയ നിയോഗത്തോടെ മോശ അവരെ കൊണ്ടുവരുവാനിടയായി. മോശയ്ക്ക് ശേഷം യോശുവയെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ലീഡർഷിപ്പിലേക്ക് ദൈവം തിരഞ്ഞെടുക്കുവാനിടയായി. അതിനുശേഷം ജനം ചിന്തിച്ചു, ഞങ്ങൾ ഇനിയും ഒറ്റപ്പെട്ടു പോയോ, ഞങ്ങൾ കൈവിടപ്പെട്ടു പോയോ, ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ലല്ലോ, ഞങ്ങളോട് ഇനി ആരുണ്ട് ഞങ്ങൾക്കൊന്ന് ലീഡർഷിപ്പ് ചെയ്യുവാന്, ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ, മുമ്പിൽ നിൽക്കുവാൻ ആരുണ്ടെന്നൊക്കെ അവര് ചിന്തിച്ച് പലരും ചിന്താകുലരാകുവാനിടയായി. ചിന്താകുലരാകാനിടയായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോൾ അവർ യഹോവയോട് തന്നെ ചോദിച്ചു. ഞാൻ അവരെ സമ്മതിക്കുക, നാട്ടുകാരോട് ചോദിക്കുന്നതിന് മുമ്പ് യഹോവയോട് തന്നെ ചോദിക്കുക. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ എന്ത് വിഷയങ്ങൾ വന്നാലും ആദ്യം കർത്താവിന്റെ അടുക്കൽ പോയി മുട്ടുമടക്കണം, കർത്താവിനോട് ചോദിക്കണം. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാ, നീതിമാനാ ദൈവമാ. എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പഞ്ചായത്ത് മെമ്പറിനെ കാണാൻ പോകും, അല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് ഓഫീസിൽ പോകും, അല്ലെങ്കിൽ നിയമപരമായ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പോകും. ഈ ലോകത്തായിരിക്കുമ്പോൾ ഇതെല്ലാം ഒരു പൗരന് ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇതെല്ലാം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ എന്ത് വിഷയങ്ങൾ വന്നാലും, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും ആദ്യം ദൈവത്തിന് ഇപ്പോൾ നെടുമ്പാട് വീണ് ചോദിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവത്തോട് കരയണം. ദൈവം നമ്മുടെ ഹൃദയമായി സംസാരിക്കും. അവര് ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, ആരാണ് ആദ്യം കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടതെന്ന് യഹോവയോട് ചോദിച്ചു. യഹോവയോട് ചോദിച്ചപ്പോൾ യഹോവ അവർക്ക് മറുപടി കൊടുക്കുക. എന്താ മറുപടി കൊടുക്കുന്ന അറിയാമോ? യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് തന്നെ മറുപടി പറയുക. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മുടെ വിഷയത്തിമേ മറുപടി നൽകുന്ന ദൈവമാ. ഒരു പക്ഷെ ആരും മറുപടി തന്നില്ലേലും നിരാശപ്പെടേണ്ട. ദൈവം ചില വിഷയത്തിന്മേൽ മറുപടി നൽകും. ഹല്ലേലൂയ. നിന്റെ ചില വിഷയത്തിന്മേല്, നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്മേല്, മാതാവേ പിതാവേ നീ കരയുന്ന ചില വിഷയത്തിന്മേല് ആരും മറുപടി തന്നില്ലേലും നിരാശപ്പെടേണ്ട. ദൈവം ചില മറുപടി നൽകാൻ വേണ്ടി പോകുക. ദൈവത്താൽ ചില കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോകുക. ദൈവം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. ഇത്രയും നാളും മനുഷ്യരെ നീ ആശ്രയിച്ചില്ലേ? ഇത്രയും നാളും ലോകക്കാരെ നീ ആശ്രയിച്ചില്ലേ? ഇത്രയും നാളും ലോകത്തിന്റെ മറുപടിക്ക് വേണ്ടി നീ പല സ്ഥലങ്ങളിൽ നെട്ടോട്ടം ഓടിയില്ലേ? എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് പറയുക, മാനുഷിക കാര്യങ്ങൾ നിഷ്ഫലമാകുമ്പോ ദൈവം തന്നെ വിഷയത്തിന്മേ പ്രതികരിക്കാൻ വേണ്ടി പോകുക. ദൈവം നിന്റെ വിഷയത്തിന്മേ മറുപടി നൽകാൻ വേണ്ടി പോകുക. ഒരുപക്ഷെ അനീതി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകത്ത് നീതി ഒരുപക്ഷെ നമ്മുടെ പക്ഷത്ത് വന്നില്ലായിരിക്കാം. ഒരുപക്ഷെ നീതിയോടെ കാര്യങ്ങൾ നമുക്ക് അനുകൂലമെന്ന് വന്നില്ലായിരിക്കാം. എന്നാൽ നീതിയുള്ള നീതിമാനാ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുക.
രണ്ടാമത്തെ സംഗീതത്തിൽ വായിക്കുന്നു, ജാതിയെ കലഹിക്കുന്നതും വംശബദ്ധമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷേകത്തിനും വിരോധമായി എഴുന്നേൽക്കുക. ദൈവസഭയ്ക്കെതിരായി, ദൈവദാസന്മാർക്കെതിരായി എത്രയോ പേരാ എഴുന്നേൽക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇന്ന് തുടങ്ങിയതല്ല. ദൈവസഭ ഉടലെടുത്ത അന്ന് മുതലേ ദൈവസഭയ്ക്കെതിരായി പീഡകളും കഷ്ടതകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തെഫാനോസിനെ കൊല്ലുവാൻ വേണ്ടി, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് ശൗലിന് സമ്മതമുണ്ടായിരുന്നു നമ്മൾ വായ്പടയായി. എന്നാൽ ആ ശൗലിനെ ഒരു അഭിഷിക്ത ദാസനാക്കി ദൈവം മാറ്റിയെടുക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം എവിടെയെല്ലാം ദൈവസഭകൾ പീഡയുണ്ടോ അവിടെയെല്ലാം ദൈവസഭകൾ വളർന്നിട്ടുണ്ട്. ആമേൻ. ദൈവസഭ തളർന്ന ചരിത്രം കണ്ടിട്ടില്ല. പീഡകളിൽ കൂടി ദൈവസഭകൾ വളർന്നിട്ടുണ്ട്. ദൈവദാസന്മാർക്കെതിരായ, ദൈവമക്കെതിരായി ശത്രു എന്തെല്ലാം കരുക്കളൊരുക്കിയാലോ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. നീ മിണ്ടാതിരുന്ന് ദൈവം എന്നറിഞ്ഞാട്ട് നീ പ്രതികരിക്കാൻ പോകണ്ട, നീ സംസാരിക്കാൻ പോകണ്ട. നമുക്ക് കാര്യമുള്ളത് നമ്മുടെ ദൈവമായിട്ടാ. രാജാതി രാജാവിന് മുമ്പിൽ മുട്ടുമടക്ക്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് സ്തോത്രം പറഞ്ഞാട്ട് നീ ഒന്ന് വെയിറ്റ് ചെയ്താട്ട് വെപ്രാളപ്പെടേണ്ട. ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്ന നിമിഷമുണ്ട്. നീ കരയുന്ന ചില വിഷയത്തിന്മേൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുക. ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മളൊന്ന് സമയം കൊടുത്താട്ട് ദൈവം നീതിയോടെ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദൈവം നീതിയോടെ പ്രവർത്തിക്കും. മാതാവേ, പിതാവേ, നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിന്മേ ദൈവം നീതിയോടെ പ്രവർത്തിക്കും. പല വാതിലുകളും മുട്ടിയിട്ട് ഒരു വാതിലും തുറന്നിട്ടില്ല. നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നീതിയോടെ പ്രവർത്തിക്കാൻ പോവുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബ ജീവിതത്തിൽ തകർച്ചയുണ്ടായി. ഞാനൊരു സ്ഥലത്തൊരു മീറ്റിംഗിൽ അതും ശുശ്രൂഷിക്കുവാൻ ചെന്നപ്പോൾ ദൈവാത്മാവ് ശക്തമായി എന്നോട് സംസാരിച്ചു. ഈ കുടുംബത്തിൽ കുടുംബപരമായ അല്പ വിഷയത്തിൽ കൂടി കടന്നു പോകുന്നു. മോന് വിവാഹം കഴിഞ്ഞിട്ട് 6-7 മാസമായതേ ഉള്ളൂ. പ്രിയ മരുമോക്ക് പ്രിയ മോനെ ഈ പയ്യനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഡൈവേഴ്സ് ലെറ്റർ കൊടുത്തിരിക്കുക. വലിയ പ്രതിസന്ധി ഉണ്ടായി, വലിയ പ്രയാസമുണ്ടായി. കോടതിയിൽ നിന്ന് ലെറ്റർ വന്നിരിക്കുക, വിവാഹമോചനത്തിന്റെ ലെറ്റർ വന്നിരിക്കുക. പിതാവും മാതാവും യാക്കോബ സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരാണ്. അവരൊട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു ലെറ്റർ വരുമെന്ന്. വലിയ നിരാശയുണ്ടായി. ദൈവാത്മാവ് പറയുവാനായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം നീതിയോടെ പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാ. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാണയായി. മോനോട് ഞാൻ പറഞ്ഞു, മോനെ നീ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ ദൈവത്തിനെ പ്രാർത്ഥിക്കുക. ചില മാസം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ ഫോൺ എനിക്ക് വരുവാടയായി. എനിക്കറിയത് പോലും ഇല്ല. എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചാ വിഷയം. അപ്പൊ പറഞ്ഞു, ഞങ്ങളിങ്ങനെ വിവാഹമോചനമായിരിക്കുക, വിവാഹം കഴിഞ്ഞ ചില നാളുകൾ പോലും ആയില്ല, വിവാഹമോചനത്തിന് വേണ്ടി കൊടുത്തിരിക്കുക, പാസ്റ്റർ പ്രാർത്ഥിക്കണം. എങ്ങനെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയാണ് അവിടെ ആഗ്രഹം. സ്തോത്രം. ഇതൊന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി. അങ്ങനെ ആ കൊച്ചിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോ ദൈവാത്മാവ് വളരെ ശക്തമായി സംസാരിപ്പടയായി. ദൈവാത്മാവ് വളരെ ശക്തമായ ദൂതുകൾ അറിയിപ്പടയായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവരെ തമ്മിൽ നല്ലതായിട്ടൊന്ന് പഠിച്ചപ്പോൾ ഇത് രണ്ടും ഒറ്റ കുടുംബത്തിലുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യം ഈ 2 ആൾക്കാരെയും വെളിപ്പെടുത്താനായിട്ട് പോയില്ല. ദൈവത്തിനെ പ്രാർത്ഥിപ്പാടയായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം അവിടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ശത്രു ഇല്ലാതാക്കി കളയാൻ പദ്ധതി ഒരുക്കിയപ്പോൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് അവർ കുടുംബമായ ഐക്യതയിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളുമായി വിദേശ രാജ്യത്ത് ഇന്ന് കർത്താവരെ മാനിച്ച് ഉറപ്പിച്ചതോർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുക. ഉറപ്പിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് തകർത്ത് കളയുവാൻ ശത്രുവായ പിശാച് വിധി എഴുതുമ്പോൾ നീ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാ. നമുക്ക് കാര്യമുള്ളത് നമ്മുടെ ദൈവമായിട്ടാ. നീ ദൈവസേനയിൽ അങ്ങ് നെടുമ്പാട് വീഴ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇവിടെ പറയുക, യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. യഹൂദ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? യഹൂദ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? സ്തുതി എന്നാണ്. യഹൂദ എന്ന് വെച്ചാൽ സ്തുതി എന്നാണ് അർത്ഥം, അല്ലെ? അപ്പൊ സ്തുതിക്കുന്നവന് നേരെയുള്ള ശത്രുവിന്റെ ഒരായുധവും ഫലിക്കത്തില്ല. 7 പ്രാവശ്യം എരിഹോമിനെ കോട്ട ചുറ്റുവടയായി. 6 പ്രാവശ്യം ചുറ്റി ആൾക്കാർ ചിന്തിച്ചത് എന്നാ എടുക്കുക? കുറെ നാൾ കൊണ്ട് ഇങ്ങനെ ചുറ്റുവാണല്ലോ, കുറെ നാൾ കൊണ്ട് ഗ്ലോറിയും സ്തോത്രം പറഞ്ഞുകൊണ്ട് നടക്കുകയാണല്ലോ. നിന്റെ ജീവിതത്തിൽ ഒരു ഗതിയും വന്നില്ലല്ലോ, നിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും വന്നില്ലല്ലോ എന്ന് നാട്ടുകാരും വീട്ടുകാരും എല്ലാം കുറ്റം പറയുക.
കുറെ നാളുകൾ കൊണ്ടേ ഇങ്ങനെ അന്യഭാഷയും പറഞ്ഞുകൊണ്ട് നടക്കുക. എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് പറയുക. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാ ഒരു ദൂത് പറയുക, സ്തുതിക്കുന്നവന് വെറുതെ ഇരിക്കാൻ പറ്റിയില്ല. 7 പ്രാവശ്യം അവർ ചുറ്റി അവർ ആർപ്പിട്ട് അവർ സ്തുതിച്ചപ്പോൾ മുമ്പിൽ നിന്ന എരിഹോമിന്റെ കോട്ടകൾ തകർന്നു വീഴുന്നത് പോലെ ഇന്ന് പകൽക്കാലം സ്തുതിക്കുന്ന മക്കളെ, നിനക്കെതിരായ ശത്രു എന്തെല്ലാം പ്ലാനുകൾ ഒരുക്കിയാലും നീ ആത്മാവിൽ ആരാധിക്കുക, നീ ആത്മാവിൽ സ്തുതിക്കുക. ദൈവം നിന്റെ ചില വിഷയത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി പോകുക. ഈ പ്രഭാത പ്രാർത്ഥന പരിശുദ്ധാത്മാവ് ഒരു ദൂത് വിളിച്ച് പറയുക, ആമേ, നീതിമാനെതിരായി ഏതെല്ലാം ഉപേക്ഷയോടെ അലറി നിൽക്കുന്ന ദുഷ്ട പിശാചിന്റെ തന്ത്രങ്ങൾ എന്ത് തന്നെയായാലും നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. 6ാം സൈന്യം ഇരച്ചു വന്നിരിക്കുക പ്രവാചകന്റെ വീട്ടിലേക്ക്. ഗേഹസി നോക്കിയപ്പോൾ 6ാം സൈന്യത്തെ മാത്രം, അല്ലയോ പ്രവാചക, നമ്മുടെ വീടിന് ചുറ്റും 6ാം സൈന്യം വന്നിരിക്കുക. അഭിഷേകത്തിനോട് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ഇവന് കാണത്തക്കവനെ കണ്ണിനൊന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇത്രയും നാളും അന്ധത പിടിച്ചിരിക്കുന്ന അവന്റെ ആത്മീയ കണ്ണ് തുറന്നു. അവന്റെ കണ്ണ് തുറന്നപ്പോൾ അവനൊരു കാഴ്ച കണ്ടു. എന്താണെന്നറിയാമോ? അഗ്നിഭരിതമായ രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ ദൈവത്തിലെ ദൂതന്മാര് ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുക. അല്പം മുമ്പ് മറുപടിയാണ് പറയുന്നത്. ഇപ്പൊ പറയുന്ന മറുപടി എന്താണെന്നറിയാമോ? അവരിലുള്ളതിലധികമല്ലോ നമ്മോടുകൂടെയുള്ളവര്. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ കരയുമ്പോൾ, ഏതെല്ലാം രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് ശത്രു നിനക്കെതിരായി പയറ്റിയാലും എന്തെല്ലാം ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞാലും ഒരു വഴിയായിട്ട് വന്ന് 7 വഴിയായി പോകുന്ന നിലയിൽ ദൈവം തന്റെ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രതികൂലങ്ങൾ നിന്നെ തകർക്കാനല്ല, പ്രതിസന്ധികൾ നിന്നെ തകർക്കാനല്ല. യഹോശാഫാത്തിന്റെ മുമ്പിൽ 4 രാജാക്കന്മാര് ശക്തിയോടെ ബലത്തോടെ വന്നപ്പോൾ അവരൊരുമിച്ച് ദൈവത്തിനെ പ്രാർത്ഥിച്ചു. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവമേ നിന്റെ സാന്നിധ്യം വെളിപ്പെടണമേ, ഞങ്ങൾക്ക് ഈ ശക്തിയില്ല കർത്താവേ. യഹോശാത്ത് പ്രാർത്ഥിക്കുക, ദൈവമേ ഞങ്ങൾക്ക് ശക്തിയില്ല, ഞങ്ങൾക്ക് ബലമില്ല, ഞങ്ങൾക്ക് കായികാഭ്യാസം കുറവാണ്, ഞങ്ങൾക്ക് പട്ടാളക്കാര് കുറവാണ്, ഞങ്ങൾക്ക് കുതിരകൾ കുറവാണ് എന്ന് പറഞ്ഞ് ദൈവത്തിനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തമ്പുരാൻ യഹോശാഫാത്തിന് വേണ്ടി ഇറങ്ങി വന്നു. മുമ്പിൽ വന്നതായ 4 ശത്രു സൈന്യവും തോറ്റോടിപ്പോയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. നീ സ്തുതിക്കാൻ തയ്യാറാണോ? പ്രാർത്ഥിപ്പാൻ തയ്യാറാണോ? മുഴങ്കാലുകൾ മടക്കാൻ തയ്യാറാണോ? ശത്രു ഒരുക്കുന്ന ചില പദ്ധതികളെ ദൈവം അബദ്ധമാക്കി കളയുമെന്നേ. ദാവീദിനെതിരായി അബ്ശാലോമിനെ അഹീത്തോഫേലിനെയും ആലോചനയെ ദൈവം അബദ്ധമാക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തുതിക്കുന്ന ദൈവമക്കളെ, കരയുന്ന ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ആരെല്ലാം എന്തെല്ലാം പ്ലാനും പദ്ധതിയും ഒരുക്കിക്കൊണ്ട് വന്നാലോ അഹീത്തോഫേലിനെയും അബ്ശാലോമിനെയും ആലോചന എന്നോട് ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളോട് പരിശുദ്ധമായ വ്യക്തമായ ദൂത് പറയുക, നിനക്കെതിരായി ഒരുക്കി വെച്ചിരിക്കുന്ന ചില ആയുധങ്ങള്, നാളുകളായി ചില ആയുധങ്ങൾ ചില ഒരുക്കി വെച്ചിരിക്കുക, ചില അമ്പുകൾ ചില ഒരുക്കി വെച്ചിരിക്കുക. ഉടബലവ ശാന്തലഘടക. എന്നാൽ ഇന്ന് പകൽക്കാലം ദുഷ്ടന്റെ ചില അമ്പുകളെ, ദുഷ്ടന്റെ ചില വില്ലുകളെ ദൈവം ഓടിച്ചു മാറ്റി തന്റെ ജനത്തിന് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാൻ ദൈവ ശക്തനാണ്. ഉടബലബലവ ശാന്തലഘടക. നിനക്ക് വലിയ പിടിപാടില്ലായിരിക്കാം, കുഴപ്പമില്ല. ഒരു പിടിയുണ്ടോ? കർത്താവിൽ പിടിപാടുണ്ടല്ലോ, മതി. നിനക്ക് വലിയ സമ്പത്തില്ലായിരിക്കാം, എന്നാൽ സമ്പന്നനാകുന്ന കർത്താവാണല്ലോ നിന്റെ മുമ്പിലുള്ളത്. നിനക്ക് വലിയ ജാമ്യക്കാരില്ലായിരിക്കാം, എന്നാൽ നമ്മുടെ ജാമ്യക്കാരൻ സ്വർഗത്തിലുണ്ട്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. കർത്താവിനെ നന്ദിയോട് സ്തുതിച്ചാട് ദൈവമക്കളെ. അഹീത്തോഫേലിനെയും അബ്ശാലോമിനെയും ആലോചനയെ അബദ്ധമാക്കി ദാവീദ് പ്രാർത്ഥിക്കുന്ന ഭക്തനെതിരായി ഒരുക്കി വെച്ചിരിക്കുന്ന ഗൂഢതന്ത്രങ്ങളെ ദൈവം പൊളിച്ചു മാറ്റിയെങ്കിൽ ഇന്ന് പകൽക്കാലം ശത്രു ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞാലോ അതിനെ പൊളിച്ചു മാറ്റി, അതിനെ അബദ്ധമാക്കി അവർ പറയും, അയ്യോ അബദ്ധമായല്ലോ, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചത് അബദ്ധമായല്ലോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തത് അബദ്ധമായല്ലോ എന്ന് പറയുന്ന നിലയിൽ സ്തുതിക്കുന്നവനെ മാനിക്കുന്ന ദൈവമാ. സ്തുതിക്കുന്നവനെങ്ങും നിരാശപ്പെട്ടിട്ടില്ല കേട്ടോ. സ്തുതിക്കുന്നവനെങ്ങും പരാജയപ്പെട്ടിട്ടില്ല കേട്ടോ. സ്തുതിക്കുന്നവൻ ഒരിക്കലും നിരാശപ്പെട്ടു പോയ ചരിത്രമില്ല. ഇന്ന് പകരം ആരാധിപ്പാൻ തയ്യാറാണോ? സ്തുതിപ്പാൻ തയ്യാറാണോ? മാതാവേ, പിതാവേ, കുഞ്ഞെ, നിന്റെ ചില വിഷയത്തിന്മേൽ ദൈവം തമ്പുരാനെ കാര്യം കർത്താവ് വായിക്കാൻ വേണ്ടി പോകുകയാണ്.
പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കുന്നവനെതിരായി എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞാലും അത് അബദ്ധമായി പോകൂ. ആമേ. ആരാണ് പുറപ്പെടേണ്ടത്? യഹൂദ പുറപ്പെടട്ടെ. ദേശം ഞാൻ അവന്റെ കൈവശം തന്നിരിക്കുക. ദൈവം ചിലതിന്റെ കാര്യങ്ങളിൽ തരാൻ വേണ്ടി പോകുക. ദൈവം ചിലതിനെ നിനക്ക് അവകാശമാക്കി തരാൻ വേണ്ടി പോകുക. ഇനി സ്തുതിക്കുന്നവനെതിരായി ശത്രു ഒരുക്കുന്ന ചില പദ്ധതികളെ ദൈവം അബദ്ധമാക്കി മാറ്റും. എന്ന് വായിച്ചാട്ട് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 7-ന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിക്കുക. യെശയ്യാവ് 7-ന്റെ 5 മുതൽ 7 വരെ. നാം യഹൂദയുടെ നേരെ ചെന്ന് വിഷമിപ്പിച്ച് മതിച്ച് കടന്ന് താബേലിന്റെ മകനെ അവിടെ രാജാവായി വാഴിക്കണമെന്ന് പറഞ്ഞു. എബ്രീമും രമല്യാവിന്റെ മകനും നിന്റെ നേരെ ദുരാലോചന ചെയ്യുക കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അത് നടക്കുകയില്ല, സാധിക്കുകയുമില്ല. മതി. നാം യഹൂദയ്ക്ക് നേരെ ചെന്നാ വായിക്കുന്നത്. ആ ഭാഗം നാം യഹൂദ എന്ന വാക്കിനകത്ത് സ്തുതി എന്നല്ലേ? നാം സ്തുതിക്കുന്നവനെതിരായിട്ട് ചെന്ന് അല്ലെ, യഹൂദയ്ക്കെതിരായി സ്തുതിക്കുന്നവനെതിരായി ചെന്ന് ഒന്ന് നേരെ അങ്ങ് വരിക അല്ലെ. സ്തുതിക്കുന്നവന് നേരെ ഇഞ്ഞ് വരിക. സ്തുതിക്കുന്നവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒന്നിച്ച് നേരെ ഇഞ്ഞ് വരിക. സ്തുതിക്കുന്നവന് നേരെ ചെന്നിട്ട് രണ്ടാമതായി ചെയ്ത പരിപാടി എന്താണെന്നറിയാമോ? നേരെ ഇഞ്ഞ് വന്നിട്ട് വിഷമിപ്പിക്കാൻ നോക്കി. പിശാചിന്റെ പരിപാടിയാ നിന്നെ വിഷമിപ്പിക്കുക. നേരെ ഒന്നിച്ച് വന്നിട്ട് നേരെ വന്ന് പയറ്റുക, പൊരുതുക, നേരെ വന്ന് വിഷമിപ്പിക്കാൻ നോക്കി അല്ലേ. അതാണ് നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുകയാണല്ലോ. ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു, യോസേഫ് ഫലപ്രദമായ ഒരു വിഷം, നീരുറവിനരികെ പടർന്നിരിക്കുന്ന വിഷം തന്നെ. യോസേഫേ, നീ പടർന്നിരിക്കുന്ന വിഷമാ, നീരുറവ്. പരിശുദ്ധാത്മാവിനെ കാണിക്കുക. പരിശുദ്ധാത്മാവാന്ന നദീതീരത്ത് ദൈവം എന്നെയും നിന്നെ നട്ടിരിക്കുക. ദൈവമക്കളെ, ദൈവം നമ്മെ നട്ടിരിക്കുന്നത് എവിടാന്നറിയാമോ? പരിശുദ്ധാത്മാവെന്ന നദീതീരത്താ നട്ടിരിക്കുന്നത്. അതുകൊണ്ടാ പറയുന്നത്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നോ, തക്കാത് ഫലം കൊടുക്കുന്നോ, ഇല വാടാത്തമായ വിഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നൊക്കെ സാധിക്കും. ആമേ. ദൈവം നിന്നെ നട്ടിരിക്കുന്ന എവിടാന്നറിയാമോ? പാറപ്പുറത്ത് ഉണങ്ങിക്കിടക്കുന്ന കരിയിലയുടെ പണ്ടയ്ക്ക് ഒന്നുമല്ല. ദൈവം നിന്നെ നട്ടിരിക്കുന്നത് ആറ്റരികത്ത് നട്ടിരിക്കുക, ആറിന്റെ അരികെ നട്ടിരിക്കുക. എന്തിനാന്നറിയാമോ? തക്ക കാലത്ത് നീ ഫലം കൊടുക്കാൻ വേണ്ടിയാ അല്ലേ. ഫലം കൊടുക്കാറുണ്ടോ? കർത്താവിന് ഫലം കൊടുക്കാറുണ്ടോ? ഇന്നും കരഞ്ഞുകൊണ്ട് ഇരിക്കുക. എത്ര ഫലം കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, എത്ര നേരം പ്രാർത്ഥിച്ചിട്ടുണ്ട്, എത്ര നേരം ഉപവസിച്ചിട്ടുണ്ട്, എത്ര പേരെ കർത്താവിന് വേണ്ടി നേടിയിട്ടുണ്ട്. ഫലം കൊടുക്കുന്നത് ഇല വാടിപ്പോകല്ലേ. ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ വരുമ്പോ വാടിപ്പോകാറുണ്ടോ? അത്ഭുതം കണ്ട ഏലിയാവെ, അത്ഭുതം കാണിച്ച ഏലിയാവെ ഒരു ഇസബേലിലെ വെല്ലുവിളിയുടെ മുമ്പിൽ വാടിപ്പോയില്ലേ? ഇന്ന് പകൽക്കാലം ദൈവാബാ പറയുക, ആവേ പല വിഷയത്തിനു വേണ്ടി നീ പ്രാർത്ഥിച്ച് പല അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ആമേ. എന്നാൽ ചില പ്രതിസന്ധിയുടെ മുമ്പിൽ പലപ്പോഴും വാടി തളർന്നു പോയിട്ടില്ലേ? വാടിപ്പോകല്ലേ. ആമേ. ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നൊക്കെയും സാധിക്കും. ചില കാര്യങ്ങളെ ദൈവം സാധിപ്പിക്കാൻ വേണ്ടി പോകുക. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തമായി ദൂത് പറയുക, ചില കാര്യങ്ങൾ സാധിക്കാൻ പോകുക. ഒരിക്കലും സാധിക്കത്തില്ല, ഒരിക്കലും നടക്കത്തില്ലെന്ന് ദൂട്ട പിശാച് വിധി എഴുതുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് പറയുക, ഞാൻ ചിലത് സാധിപ്പിക്കാൻ വേണ്ടി പോകുക. നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ സാധിക്കാൻ വേണ്ടി പോകുക. ഹല്ലേലൂയ. നടക്കത്തില്ലെന്ന് ശത്രു പറയുമ്പോ ദൈവം ചില കാര്യങ്ങൾ ഞാൻ നടത്താൻ പോകുക, ഞാൻ ചില കാര്യങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ വേണ്ടി പോകുക. പ്രൈസ് ദി ലോർഡ്. ആമേ. ഫലപ്രദമായ വിഷം, നീരുറവിനരികെ പടർന്നിരിക്കുന്ന വിഷം. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു അല്ലെ. അപ്പം വില്ലാളികളുടെ പരിപാടി എന്താണെന്നറിയാമോ? വിഷമിപ്പിക്കാൻ നോക്കിയ. ശത്രു വാരിയിടുന്ന ഏറ്റവും വലിയ വിഷമിപ്പിക്കുക, ടെൻഷൻ കൊണ്ടിടുക. അയ്യോ, വലിയ ഉപവാസം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, അയ്യോ അപ്പോഴേ നമ്മുടെ കൃപയും പോയി ശക്തിയും പോയി നമ്മളൊരു പരുവത്തിൽ ഇങ്ങനെ വാടി തളർന്നിരിക്കുകയാണ് അല്ലേ. വിഷമിപ്പിക്കാൻ നോക്കും പിശാച്. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. 2, പിശാചിനറിയാം വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ എയ്യാനും പൊരുതാ. എയ്ത് നോക്കി
അല്ലെ? പല ശരങ്ങൾ വെച്ച് എയ്യാൻ നോക്കി പൊരുതാൻ നോക്കി. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു, അവനോട് പൊരുതി. എങ്കിലും അവന്റെ ഭുജം ഉറപ്പോടെ നിന്നു എന്നാ വായിക്കുന്നത്. പ്രതികൂലങ്ങളിൽ നീ തളർന്നു പോകല്ലേ മാതാവേ, പ്രതിസന്ധികളിൽ നീ തളർന്നു പോകല്ല, രോഗത്തിന്റെ അവസ്ഥയിൽ നീ വാടിപ്പോകല്ല, ഒരു തൊട്ടാവാടി വാടുന്ന പോലെ ചില വിഷയത്തിൽ നീ വാടിപ്പോകല്ല. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കോ. ഇന്ന് പകൽക്കാലം ഒരു പുതിയ അഭിഷേകം പ്രാപിച്ചാട്ട് ദൈവമക്കളെ. യെശയ്യാ പ്രവാചകൻ അതിന്റെ ഇല എപ്പോഴും പച്ചയായിരിക്കും, ഉഷ്ണം തട്ടുമ്പോൾ അത് വാടിപ്പോകത്തില്ല. അപ്പൊ നമ്മൾ ചിന്തിച്ചു, ഞാൻ അതിന്റെ നേരെ ചെന്ന്, ആട് നേരെ, സ്തുതിക്കുന്നവന്റെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിക്കാൻ നോക്കാം. നേരെ ചെന്നിട്ട് അവനെ വിഷമിപ്പിച്ചു കഴിയുമ്പോൾ അവന്റെ പ്രാർത്ഥന നിർത്തും. പിന്നെ രാവിലത്തെ പ്രഭാത പ്രാർത്ഥന അവൻ കൂടത്തില്ല, പിന്നെ വൈകിട്ട് സഹോദരിമാരുടെ പ്രാർത്ഥനയ്ക്ക് അവൾ കൂടത്തില്ല. കാരണം വിഷമിപ്പിക്കാൻ നോക്കി. മൂന്നാമതായിട്ട് പറയാം, മതിലിടിക്കാൻ നോക്കി. താബേലിന്റെ മകനെ രാജാവാക്കാൻ നോക്കി. നാലാമത്തെ പോയിന്റ്, രാജാവാക്കാൻ വേണ്ടി നോക്കി. ഇത് കേട്ടപ്പോ കർത്താവ് മറുപടി പറയുക. കർത്താവല്ലേ അയച്ചത്? കർത്താവ് മറുപടി പറയുക, അത് നടക്കത്തില്ല, സാധിക്കുകയുമില്ല. ഹല്ലേലൂയ. ശത്രുവേ, നീ എന്തെല്ലാം പ്ലാനുകൾ സ്തുതിക്കുന്നതിനെതിരായി നടത്തിയാലോ, ശത്രുവേ നീ എന്തെല്ലാം പദ്ധതികൾ സ്തുതിക്കുന്നതിനെതിരായി നടത്തിയാലോ, ദൈവത്തിന്റെ ആത്മാവ് പറയുക, അത് നടക്കത്തില്ല. തന്റെ ജനത്തെ മാനിക്കാൻ ഞാൻ പദ്ധതി ഒരുക്കിയ ആമാനെ, നീ ഏതെല്ലാം കഴുകുമരം ഒരുക്കിയാലോ, പ്രാർത്ഥിക്കുന്ന മോർദെഖായിയുടെ ഒരു രോമത്തെ തൊടാൻ എനിക്ക് പറ്റത്തില്ല. ദൈവം തമ്പുരാന് പെർമിഷൻ ഇല്ലാതെ പിശാചിനെ തൊടാൻ പറ്റത്തില്ല. ആമാന്റെ ഭാര്യ പോലും പറയുക, അവൻ യഹൂദനെങ്കിൽ നീ അവനോട്ട് മുമ്പിൽ തോറ്റുപോകത്തേ ഉള്ളൂ. ആമാനെ, നീ എന്തെല്ലാം പദ്ധതികൾ ഒരുക്കിയാലോ, ഒരു സമയത്ത് ശൂശം പട്ടണം നിരാശപ്പെട്ടു, കലങ്ങി മറിഞ്ഞെന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ അടുത്ത അധ്യായത്തിൽ നമ്മൾ വായിക്കുക, ശൂശം പട്ടണം ആർത്ത് സന്തോഷിച്ചു. എല്ലാ കണ്ണുകളും അടയ്ക്കുക, നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കുക. സ്തുതിക്കുന്നതിനെതിരായി ആരെല്ലാം എന്തെല്ലാം പ്ലാൻ ഒരുക്കിയാലോ, പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, നിനക്കെതിരായുള്ള ഒരായുധവും ഫലിക്കത്തില്ല. പ്രാർത്ഥിച്ചാട് കേസ് സംബന്ധമായ ചില വിഷയത്തിമേ കരയുന്ന മാതാവേ, പിതാവേ, നിന്റെ ചില വിഷയത്തിമേ ദൈവമിറങ്ങാൻ വേണ്ടി പോകുക. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോകുക. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് വിഷമിപ്പിക്കാൻ നോക്കിയ, നേരെ ചെല്ലാൻ നോക്കിയ, പല ആയുധങ്ങൾ മാറി എറിയാൻ വേണ്ടി നോക്കിയ. എന്നാൽ ഇന്ന് പകൽക്കാലം സർവശക്തനാ ദൈവം നിന്റെ വിഷയത്തിൽ ഇറങ്ങാൻ വേണ്ടി പോകുക. എല്ലാരും പ്രാർത്ഥിച്ചാട്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കാര്യം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോകുക. യഹോവയുടെ ഭുജം വീര്യം പ്രവർത്തിക്കുന്നു, യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു. ഗ്രീക്ക് ഭാഷ ബ്രോക്കിയോൺ എന്നുള്ള വാക്കാണ് വീര്യം പ്രവർത്തിക്കുന്ന ഭുജം. കർത്താവിന്റെ ഭുജം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പ്രഭാത പ്രാർത്ഥനയെ കരയുന്ന പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിമേ എന്റെ കർത്താവിന്റെ കരം പ്രവർത്തിക്കാൻ വേണ്ടി പോകുക. ഇന്ന് വരെ മറുപടി കിട്ടാതിരിക്കുന്ന ചില വിഷയത്തിമാർ എന്റെ കർത്താവിന്റെ കരം പ്രവർത്തിക്കാൻ വേണ്ടി പോവുക. യഹൂദയ്ക്ക് നേരെ ശത്രു ഒരുക്കുന്ന എല്ലാ ഉപായങ്ങളെയും എല്ലാ തന്ത്രങ്ങളെയും ദൈവം അബദ്ധമാക്കി. നിന്നെ മാനിക്കേണ്ടിടത്ത് മാനിക്കുന്ന ദൈവമാ, നിന്നെ ഉയർത്തേണ്ടുന്ന ഇടത്ത് ഉയർത്തുന്ന ദൈവമാ. നീ കരയുന്ന പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിമാർ ദൈവം ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി പോകുക. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിന് ശത്രു എന്തെല്ലാം ശക്തിയോടെ എതിർത്ത് വന്നാലോ, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത് വശത്ത് 10,000 പേരും എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോകുക ചില ദൈവ പ്രവർത്തികള്. നിന്റെ കരയുന്ന ചില വിഷയത്തിന് മറുപടി നീ കാണാൻ വേണ്ടി പോകുക മാതാവേ. ഉപവസിക്കുന്ന ചില വിഷയത്തിന് മറുപടി കാണാൻ വേണ്ടി പോകുക. കർത്താവേ, എന്റെ കാര്യമെല്ലാം നിരാശയാണല്ലോ, ഒരു മറുപടി കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവശക്തനാ ദൈവം ഇന്ന് പകൽക്കാലം പ്രവർത്തിക്കാൻ വേണ്ടി പോകുക. എല്ലാവരും പ്രാർത്ഥിച്ചാൽ അല്പനിമിഷം വേദനപ്പെടുന്ന ചില വിഷയത്തിമേ, ഭാരപ്പെടുന്ന ചില വിഷയത്തിമാണ് എന്റെ കർത്താവിന്റെ കാര്യം നമുക്ക് വേണ്ടി ഇറങ്ങാൻ വേണ്ടി പോകുക. സ്തുതിക്കുന്ന ദൈവമക്കളെ, നീ ഒരിക്കലും നിരാശപ്പെട്ടു പോകത്തില്ല. പ്രാർത്ഥിക്കുന്ന മാതാവേ, നീ ഒരിക്കലും നിരാശപ്പെട്ടു പോകത്തില്ല.
കരയുന്ന കുഞ്ഞെ, നീ ഒരിക്കലും നിരാശപ്പെട്ടു പോകത്തില്ല. നിന്റെ പ്രവർത്തിക്ക് പ്രതിഫലമുണ്ട്. നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്. ഓ റബലമഷംദലൗഷധി. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തില്, യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തില് നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. തലമുറ തന്നത് കർത്താവാണെങ്കിൽ തലമുറയ്ക്കുള്ളതെല്ലാം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നിന്റെ തലമുറ ദേശത്ത് നിന്നാ മാത്രമാകാൻ ദൈവം അനുവദിക്കത്തില്ല. ഓ റീബാബാബ ശാന്തലഘടക. നിന്റെ തലമുറ ദേശത്ത് പരിഹാസ വിഷയമാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ ദൈവം മാനിക്കാൻ പോയിട്ട് പോകുക. എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ ദൈവം നിന്നെ മാനിക്കുന്ന ദൈവമാണ്. എവിടെ പുച്ചിക്ക് തള്ളിക്കളഞ്ഞ അവസ്ഥയുണ്ടോ അവിടെ ദൈവം നിന്നെ ഉയർത്താൻ വേണ്ടി പോകുക. ഓ ചില തലമുറകളോട് പരിശുദ്ധാമ വ്യക്തമായ ദൂത് പറയുക. മാനിക്കേണ്ടടുത്ത് ചില തലമുറകൾ ദൈവം മാനിക്കാൻ വേണ്ടി പോകുക. ഉയർത്തേണ്ടടുത്ത് ദൈവം ചില തലമുറകളെ ഉയർത്താൻ വേണ്ടി പോകുക. ചില നിരാശകൾ മാറട്ടെ, ചില ഭാരങ്ങൾ മാറ. ഗിൽഗാലയിൽ പോലുള്ള ചില നിന്ദകള് ഉരുണ്ടു മാറിപ്പോകുന്ന പോലെ, ഒരു വലിയ മഞ്ഞുമല ഉരുകി മാറുന്നത് പോലെ തലമുറകളുടെ മേലുള്ളതായ ചില നിരാശകൾ ഇന്ന് പകൽക്കാലം മാറി. ചില വിജയത്തിന്റെ വാതിലുകൾ ചില തലമുറകൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തില് ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് ഞങ്ങൾക്ക് ദാനമായി തന്ന തലമുറകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓ റീബ ശാന്തലൗഷധി. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തില് ഞങ്ങളുടെ തലമുറകളെ ദൈവം തന്ന തലമുറകളെല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ, കരുതിയിട്ടുണ്ടല്ലോ. എന്റെ ജനം ഒരു നാളും രചിച്ചു പോകത്തില്ല. ലജ്ജാവിഷയമാകാൻ ദൈവം നിന്നാവിഷയമാകുവാൻ ആടെ മുമ്പിൽ തലകുനിഞ്ഞ് നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നിന്നെ മാനിക്കാൻ പോകുക. ദൈവം നിന്നെ തല ഉയർത്താൻ പോകുക. യഹൂദയ്ക്കെതിരായി ശത്രു എന്തെല്ലാം പരിപാടി ഒരുക്കിയാലും ശത്രുവേ നിന്റെ പ്ലാനുകളെ അബദ്ധമാക്കി എന്റെ ജനത്തിന്റെ വിഷയത്തിന്മേൽ ഞാൻ പ്രവർത്തിക്കാൻ വേണ്ടി പോകുക. യോവേ പ്രവാചകൻ വിളിച്ചു പറയാ, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാമ്പത്തികമായ പ്രതിസന്ധി കൂടിയാണോ കടന്നു പോകുന്നത്? ശാരീരികമായ രോഗത്തിൽ കൂടിയാണോ കടന്നു പോകുന്നത്? മാനസിക ടെൻഷനാണോ നിന്നെ ഇല്ലാതാക്കുന്നത്? ഒന്ന് മാറി പ്രതീക്ഷിക്കാതെ കൊടുങ്കാറ്റി കൂടിയാണോ നീ കടന്നു പോകുന്നത്? കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ദൈവം നിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് പറയുക, കാറ്റേ ശാന്തമാക. ആമേ കടകെ അനങ്ങാതിരിക്കാൻ എന്റെ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചപ്പോഴത്തെ വലിയ ശാന്തതയുണ്ടായി. വലിയ ശാന്തത ജീവിതത്തിൽ മേലാഞ്ഞിരിക്കുന്ന ചില വിഷയത്തിൽ വലിയൊരു ശാന്തത സംഭവിക്കട്ടെ. ഓ റീബാലി. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തില് ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്നുവരെയും കാണാത്ത ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. പ്രിയ സ്റ്റാറിനോട് ദൈവാത്മാവ് ഇങ്ങനെ ദൂതറിയിക്കുന്നു. പ്രിയ മോളോടുള്ള ബന്ധത്തില് അന്തനാറികലഘടകം ശാലകസ്തന പ്രൗഢബാലക ഇപ്പോഴായിരിക്കുന്ന മണ്ഡലങ്ങളിൽ പലപ്പോഴും പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ ആചരിക്കുന്നു. അന്തനാറികലഘടകം ശാലകത്തുനാലകലഘടക ചില വെല്ലുവിളികളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അന്തരാ പ്രൗഷത്തി നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. ചില ദൈവപ്രവർത്തികൾ വേഗത്തിൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അടനാറികലഘടകം ശന്തന അനേകായിരങ്ങൾക്ക് താങ്ങും തണലും ആശ്വാസമായി ഞാൻ ആ രാജ്യത്ത് അവളെ ആക്കിയിരിക്കുക. എനിക്ക് ചില പദ്ധതികൾ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് സ്റ്റാറിബോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായ ആലോചന പറയുകയാണ്. ഉഷാമാന റിഖാമാന ഹംദന അന്തന പ്രൗഷസി സന്തന റിഗലഘടക അന്തലേറികല കഴിഞ്ഞ നാളിൽ നടത്തിയ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ വീണ്ടും വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് പറയുന്നു. കഴിഞ്ഞ നാളിൽ അനേക അത്ഭുതങ്ങൾ കണ്ടവനാ, അനേക ദൈവ പ്രവർത്തികൾ കണ്ടവനാ. എന്നാൽ ജീവിതത്തിലെ മണ്ഡലത്തിൽ ചില വിഷയത്തിന് മുമ്പില് എന്ത് ചെയ്യണമെന്നറിയാതെ വേദനപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവാത്മാവിന്റെ പകക്കല വ്യക്തമായ ആലോചന പറയുക. നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ തലമുറകളുടെ ആ വിഷയത്തിന് മേൽ വേഗത്തിൽ ചില ദൈവപ്രവർത്തികൾ കാണാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായ ആലോചന പറയുന്നു. റൈച്ചസിനോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആലോചന പറയുക. അന്തരെ പ്രൗഢ മനഘടക അന്തരെ പ്രൗഢ റിഗലഘടക വിശാലകത്തുനാലഘടക